ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരുടെയും പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് കോർഡിനേഷൻ കോംപ്ലക്സിലെ ഏതാണ്ട് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അതിന്റെ ഐസോമെറിസം, അതുപോലെ അതിന്റെ നോമൻക്ലേച്ചർ. അതായത് ഒരു കോംപ്ലക്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ IUPAC നെയിം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇതുവരെയുള്ള കംപ്ലീറ്റ് ഏരിയ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് നോമൻക്ലേച്ചർ ആണ്. ഒരു കോംപ്ലക്സിന്റെ IUPAC നെയിം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കോംപ്ലക്സ് ഇപ്പൊ ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു. CONH3 6 times 3+. ഇതാണ് നമ്മളുടെ കോംപ്ലക്സ്. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് ഇവിടെ 3+ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ കോർഡിനേഷൻ സ്ഫിയർ മാത്രമാണ് നമ്മൾ എഴുതിയത്. അതിന്റെ കൂടെ അതിന്റെ കൗണ്ടർ അയോണും കൂടി ഉണ്ടാവും. ഇവിടെ 3+ ആയതുകൊണ്ട് എന്താണ്, മൈനസ് ചാർജിൽ ആനിയോൺസ് ആയിരിക്കും ഇതിന്റെ കൗണ്ടർ അയോൺസ് ആയിട്ട് വരും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് Cl3 എന്ന് എഴുതാണ്. 3+ ആണ് കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ്. നമ്മൾ കോംപ്ലക്സ് കംപ്ലീറ്റ് എഴുതിയപ്പോ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്തുണ്ടാവും, ഒരു കാറ്റിയോണിക് പാർട്ടും ഉണ്ടാവും, ആനിയോണിക് പാർട്ടും ഉണ്ടാവും. കാറ്റിയോണിക് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോർഡിനേഷൻ സ്ഫിയർ ആണ്. ആനിയോണിക് പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ കൗണ്ടർ അയോൺ. ഇനിയിപ്പോ വേറൊരു കോംപ്ലക്സ് ഞാൻ എഴുതാണ്, COF6K3. ഇങ്ങനെ എഴുതുമ്പോ എന്താണ്, COF6 3- ആയിരുന്നു. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. കൗണ്ടർ അയോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് ടൈപ്പുള്ള കോംപ്ലക്സും നമുക്ക് ഉണ്ടായിരിക്കും. കോർഡിനേഷൻ സ്ഫിയർ പ്ലസ് ആയിട്ടുള്ളതും, അതായത് കാറ്റിയോണിക് ആയിട്ടുള്ളതും, കോർഡിനേഷൻ സ്ഫിയർ ആനിയോണിക് ആയിട്ടുള്ള കോംപ്ലക്സ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ രണ്ട് ടൈപ്പ് കോംപ്ലക്സിന്റെയും നമുക്ക് പേരുകൾ എഴുതാൻ പഠിക്കണം. അപ്പൊ ഏത് ടൈപ്പ് കോംപ്ലക്സ് ആണെങ്കിലും ആദ്യത്തെ റൂൾ എന്താണ്, നെയിം ഓഫ് ദ കാറ്റിയോണിക് പാർട്ട് ഈസ് റിട്ടൺ ഫസ്റ്റ്. ആദ്യം നമ്മൾ കാറ്റിയോണിക് പാർട്ടാണ് എഴുതേണ്ടത്, ഫോളോഡ് ബൈ ദ ആനിയോണിക് പാർട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യത്തെ കോംപ്ലക്സ് ഉണ്ടോ, CONH3 6 times Cl3. ഇതിൽ കാറ്റിയോണിക് പാർട്ട് ഏതാണ്, നമ്മളുടെ കോർഡിനേഷൻ സ്ഫിയർ ആണ്. അപ്പൊ അതാണ് ആ കോംപ്ലക്സിനെ പറ്റി പറയുമ്പോൾ അതിന്റെ പേരാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. പിന്നെയാണ് നമ്മൾ Cl3 എന്നുള്ള കാര്യം അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ രണ്ടാമത് നമ്മൾ എഴുതിയില്ലേ, COF6K3 എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സ്, COF6K3 ഈ ഒരു കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് K3യുടെ കാര്യമാണ് ആദ്യം എഴുതേണ്ടത്. അതാണ് അതിന്റെ കാറ്റിയോണിക് പാർട്ട്. അപ്പൊ അതിന്റെ പേരാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. പൊട്ടാസ്യം എന്ന് വെച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, നെയിം ഓഫ് ദ ലിഗാൻഡ് ഈസ് ലിസ്റ്റഡ് ബിഫോർ ദ സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ മുമ്പ് ലിഗാൻഡ്സിന്റെ പേര് നമ്മൾ എഴുതണം. ഇപ്പൊ COF6 എന്ന് പറയുമ്പോൾ അവിടെ ലിഗാൻഡ് ഫ്ലൂറൈഡ് എന്നുള്ള പേര് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഈ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ NH3 നമ്മൾ അമീൻ എന്നാണ് പറയുന്നത്, അമിനോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അമിനോ എന്ന് വെച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. ആദ്യം ലിഗാൻഡ് എഴുതണം, എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് എഴുതാൻ പാടുള്ളൂ, നമ്മള് സെൻട്രൽ മെറ്റൽ അയോണിന്റെ പേര് എഴുതാൻ പാടുള്ളൂ. അപ്പൊ ആദ്യത്തെ കാര്യം കാറ്റിയോണിക് പാർട്ട് ആദ്യം എഴുതണം. രണ്ടാമത്തെ കാര്യം ലിഗാൻഡിന്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. കോർഡിനേഷൻ സ്ഫിയർ എഴുതുന്ന സമയത്ത് ലിഗാൻഡിന്റെ പേരാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്, പിന്നെ മെറ്റലിന്റെ പേര് എഴുതാൻ പാടുള്ളൂ. അടുത്ത കാര്യം, ഈ പ്രിഫിക്സ് യൂസ് ചെയ്യണം. ഏത് ടൈപ്പ് ലിഗാൻഡ് ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഹെക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലിഗാൻഡ് എന്നുള്ളതാണ് മീൻ. ഇപ്പൊ COF6 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതിയാൽ മതി, ഹെക്സ ഫ്ലൂറൈഡ് എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഹെക്സ അമിനോ, ഹെക്സ അക്വ എന്നൊക്കെ എഴുതിയാൽ മതി. അപ്പൊ പ്രിഫിക്സ് എന്തിനു വേണ്ടിയിട്ടാണ്, എത്ര നമ്പർ ഉണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്തത്, സെൻട്രൽ മെറ്റൽ അയോണ് കാറ്റിയോൺ ആണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ കോർഡിനേഷൻ സ്ഫിയർ കാറ്റിയോൺ ആണെന്നുണ്ടെങ്കിൽ ആ മെറ്റലിന്റെ പേരിൽ തന്നെ എഴുതിയാൽ മതി. ഈ ഒരു കേസിലൊക്കെ ആണെങ്കിൽ കൊബാൾട്ട് എന്ന് വെച്ചിട്ട് തന്നെ എഴുതിയാൽ മതി. ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം, ഓരോ കോംപ്ലക്സിന്റെ പേരുകളായിട്ടൊന്ന് എഴുതി നോക്കാം. ഇത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? 4 പോയിന്റ് ആണുള്ളത്. ആദ്യത്തെ എന്താണ്, കാറ്റിയോണിക് പാർട്ട് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. പിന്നെ ലിഗാൻഡിന്റെ പേര് നമ്മൾ എഴുതണം. പിന്നെ ലിഗാൻഡിന്റെ പേര് എഴുതുന്ന സമയത്ത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് ഹെക്സ, പെന്റ, ടെട്ര, ട്രൈ, ബൈ അങ്ങനെ വേണം എഴുതാൻ.
പിന്നെ കാറ്റിയോൺ ആണെന്നുണ്ടെങ്കിൽ കാറ്റിയോണിന്റെ ആ കൊബാൾട്ട് ആണെന്നുണ്ടെങ്കിൽ കൊബാൾട്ട് 3 അല്ലെങ്കിൽ കൊബാൾട്ട് 2 അങ്ങനെ വെച്ചിട്ട് വേണം എഴുതാൻ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം, അപ്പോഴേ നമുക്ക് ക്ലിയർ ആവും. ഇത്രയും ഈ റൂൾസ് ഒക്കെ ആണോ? ആദ്യത്തെ കോംപ്ലക്സ് ഇതാണ് CONH3 6 ടൈംസ് Cl3. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ എന്താ നോക്കേണ്ടത്? ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിലെ കാറ്റിയോണിക് പാർട്ട് ഏതാണ് എന്നുള്ളതാണ്. ഏതാണ് ഇതിലെ കാറ്റിയോണിക് പാർട്ട്? ഇത് Cl3 ആണ് നമ്മളുടെ കൗണ്ടർ അയോൺ. അപ്പൊ CONH3 6 ടൈംസ് എന്നുള്ളതാണ് നമ്മളുടെ കോർഡിനേഷൻ സ്ഫിയർ വരുന്നത്. ഇത് ശരിക്കും നേരത്തെ ഞാൻ എഴുതിയത് തന്നെയാണ്. എന്താണ്? CONH3 6 ടൈംസ് 3+. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 3+ എന്നുള്ളത് എന്താണ്? അതിന്റെ കൊബാൾട്ടിന്റെ ചാർജ് തന്നെയാണ് ഈ ഒരു 3+ വരുന്നത്. അപ്പൊ കൊബാൾട്ടത്തില് 3+ എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ആ കാര്യം ഇതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കണം. അപ്പൊ നമ്മളുടെ കാറ്റിയോണിക് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇനി എന്താ നോക്കേണ്ടത്? അപ്പൊ കാറ്റിയോണിക് പാർട്ട് ഏതാണെന്ന് കിട്ടി. അപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ കാര്യമാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇനി ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ കാര്യം എഴുതുന്ന സമയത്ത് എന്താ വേണ്ടത്? ആദ്യം നമ്മൾ എന്ത് എഴുതണം? ആദ്യം നമ്മൾ എഴുതേണ്ടത് ലിഗാൻഡ് ആണ്. ലിഗാൻഡിന്റെ പേരാണ് നമ്മൾ ആദ്യമായിട്ട് എഴുതേണ്ടത്. അപ്പൊ ലിഗാൻഡ് എഴുതുന്ന സമയത്ത് NH3 ആണ് നമ്മളുടെ ലിഗാൻഡ്. എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എഴുതണം. എത്രയുള്ളത്? 6 എണ്ണമാണുള്ളത്. 6 എണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ ഹെക്സ എന്ന് വെച്ചിട്ടാണ് എഴുതേണ്ടത്. ഹെക്സ അമീൻ. NH3 നമ്മൾ അമീൻ എന്നാണ് പറയാ, ഹെക്സ അമീൻ. പിന്നെ അടുത്തത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതി പോവാം. ഇപ്പൊ നമുക്ക് കിട്ടിയത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടിയത് ഇതാണ്. നമ്മൾ എന്ത് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്? ഇതിലിപ്പോ കാറ്റിയോണിക് പാർട്ട് നമ്മളുടെ കോർഡിനേഷൻ സ്ഫിയർ ആണ്. കോർഡിനേഷൻ സ്ഫിയറിൽ അമീൻ എന്നാണ് നമ്മൾ എഴുതേണ്ടത്, ലിഗാൻഡ്. അപ്പൊ എത്ര അമീൻ ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. എന്താണ്? ഹെക്സ അമീൻ. ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ സ്പേസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കൂട്ടി എഴുതാണ് വേണ്ടത്. ഹെക്സ അമീൻ. ഇനി എന്താ എഴുതേണ്ടത്? ഇനിയിപ്പോ മെറ്റലിന്റെ കാര്യമാണ് എഴുതാനുള്ളത്. ലിഗാൻഡിന്റെ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് എഴുതി. ഇനി മെറ്റലിന്റെ കാര്യം കൂടിയാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പൊ മെറ്റൽ ഏതാണ്? കൊബാൾട്ട് ആണ്. ഹെക്സാമീൻ കൊബാൾട്ട്. ഇനി കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആണ്. ഇവിടെ ബ്രാക്കറ്റില് 3 എന്ന് എഴുതുക. ഇനി ബാക്കി കൗണ്ടർ അയോൺ ആരാണ്? ക്ലോറൈഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ നെയിം കൊടുക്കേണ്ടത്. ആദ്യം എന്ത് ചെയ്താൽ മതി? ഏതാണ് പ്ലസ് ചാർജ് ഉള്ളത് എന്ന് നോക്കുക. അതിനുശേഷം നേരെ ലിഗാൻഡ് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക. പിന്നെ ഏതാണ് ലിഗാൻഡ് എന്ന് എഴുതുക. പിന്നെ എന്താ എഴുതുക? പിന്നെ നേരിട്ട് മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മെറ്റൽ എഴുതുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുക. പിന്നെ അവസാനം കൗണ്ടർ അയോൺ എഴുതുക. ഇങ്ങനെയാണ് ഈ ടൈപ്പ് കോംപ്ലക്സിനെ നമ്മൾ നെയിം ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ആദ്യത്തെ എക്സാമ്പിൾ ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് FeCN6 ടൈംസ് K4. താഴെ എഴുതി കാണുമല്ലോ അല്ലെ? FeCN6 ടൈംസ് K4. ഇതില് ഏതായിരിക്കും കാറ്റിയോണിക് പാർട്ട് വരിക? പൊട്ടാസ്യം ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ശരിക്കും ഇങ്ങനെയാണ് എഴുതേണ്ടത്. FeCN6 ടൈംസ് 4-. പിന്നെ അതിന്റെ കൂടെയാണ് ഈ പൊട്ടാസ്യം വരുന്നത്. അപ്പൊ പൊട്ടാസ്യം ആണ് നമ്മളുടെ കാറ്റിയോണിക് പാർട്ട് വരുന്നത്. ഇവിടെ ഞാൻ സൈഡിൽ എഴുതാം. കാറ്റിയോൺ ഏതാണ്? പൊട്ടാസ്യം. അപ്പൊ ആനിയോണിക് പാർട്ട് ആണ് നമ്മളുടെ ആര് വരുന്നത്? കോർഡിനേഷൻ സ്ഫിയർ വരുന്നത്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ റൂൾ എന്താണ്? കാറ്റിയോണിക് പാർട്ടിനെ ആദ്യം എഴുതണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം നേരെ കാറ്റിയോണിക് പാർട്ട് ഏതാണെന്ന് എഴുതാം. പൊട്ടാസ്യം ആണ്. അപ്പൊ പൊട്ടാസ്യം എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നേരെ കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലേക്ക് വരിക. അപ്പോ 6 ലിഗാൻഡ് ഉണ്ട്. 6 ലിഗാൻഡ് വരുമ്പോ എന്താണ് പറയേണ്ടത്? ഹെക്സ എന്നാണ് പറയേണ്ടത് അല്ലെ? 6 ലിഗാൻഡ് ഉണ്ടെങ്കിൽ ഹെക്സ എന്നാണ് പറയേണ്ടത്. അപ്പൊ പൊട്ടാസ്യം ഹെക്സ. CN ലിഗാൻഡ് നമ്മൾ സയനോ എന്നാണ് പറയാ. CYAN. ഹെക്സ പൊട്ടാസ്യം ഹെക്സ സയനോ എന്നായി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളുടെ Feയുടെ കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഓർത്തിരിക്കുക, Fe ഇവിടെ ഏത് സ്റ്റേറ്റിലാണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് Feയുടെ? എത്രയാണ് Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്? എത്രയാണ് ആബിദ? +2. ഇനി +2 അല്ലെങ്കിൽ 2+.
ഇനിയാണ് ഈ ഒരു ലാസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കേണ്ടത്. ഫോർ നെയിമിംഗ് ദ സെൻട്രൽ മെറ്റൽ, ഇഫ് ദ കോംപ്ലക്സ് അയോൺ ഈസ് കാറ്റിയോൺ, ദ മെറ്റൽ ഈസ് നെയിംഡ് സെയിം ആസ് ദ എലമെന്റ്. അതായത് നമ്മുടെ കോംപ്ലക്സ് അയോൺ കോർഡിനേഷൻ സ്ഫിയർ കാറ്റിയോൺ ആണെന്നുണ്ടെങ്കിൽ മെറ്റല് ആ മെറ്റലിന്റെ സെയിം പേരിൽ തന്നെ എഴുതിയിട്ട് അതിന്റെ കൂടെ ഒരു എന്തെഴുതിയാൽ മതി, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതിയാൽ മതി. നേരത്തെ നമ്മൾ എഴുതിയില്ലേ കൊബാൾട്ട് 3 എഴുതിയില്ലേ, തൊട്ട് മുന്നത്തെ കോംപ്ലക്സിൽ എഴുതിയ സമയത്ത് കോർഡിനേഷൻ സ്ഫിയർ കാറ്റിയോൺ ആയിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നേരെ നമ്മളെ മെറ്റൽ എഴുതുക, അതിന്റെ കൂടെ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുക, അങ്ങനെയാണ് എഴുതേണ്ടത്. പക്ഷേ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മെറ്റല് അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയർ ആനിയോണിക് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് അതിന്റെ ഫെറൈറ്റ് എന്നാണ് എഴുതേണ്ടത്. ഒരു ATE എന്നുള്ള കാര്യം അതിന്റെ കൂടെ ആഡ് ചെയ്യുക. ഫെറം അല്ലെ നമ്മളുടെ അയൺ വരുന്നത്. അപ്പോ ഫെറൈറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2, ഫെറൈറ്റ് 2 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോ ഈ ആനിയോണിക് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ സ്ഫിയർ ആനിയോണിക് ആയിട്ട് വരിക എന്നുണ്ടെങ്കിൽ Fe എന്നുള്ളത് എന്തായിട്ട് മാറും, ഫെറൈറ്റ് ആയിട്ട് മാറും. CO എന്നുള്ളത് കൊബാൾട്ടേറ്റ് ആയിട്ട് മാറും. ഇനിയിപ്പോ നിക്കൽ ആണെങ്കിൽ നിക്കലേറ്റ് ആയിട്ട് മാറും. ഇങ്ങനെ ഒരു ATE എന്നുള്ള കാര്യം അതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ കോർഡിനേഷൻ സ്ഫിയർ ആനിയോണിക് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ വന്നത്. ഇത് ക്ലിയർ ആണോ? ഇനി പറയണോ അത് ഇതെന്തോ മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. അടുത്തത് ഇനി ഒരു പ്ലാറ്റിനത്തിന്റെ കോംപ്ലക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? ആദ്യം നമ്മൾ എന്താ നോക്കുക, കോർഡിനേഷൻ സ്ഫിയറിന്റെ കാര്യമാണ് നോക്കുന്നത്. കോർഡിനേഷൻ സ്ഫിയർ ഇതിൽ എന്താണ്, പ്ലസ് ആണോ മൈനസ് ആണോ? ഇതെങ്ങനെ ശരിക്കും PT NH3 4 times 2+ എന്നുള്ള രീതിയിലാണ് കോർഡിനേഷൻ സ്ഫിയർ നിൽക്കുന്നത്. അപ്പൊ ഇതിലെ കാറ്റിയോണിക് പാർട്ട് ഏതാണ്? ഇതിന്റെ കാറ്റിയോണിക് പാർട്ട് ഏതാണ്? കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയർ ആണ്. പിന്നെ കൗണ്ടർ അയോൺ ആണ് നമ്മളുടെ 2 Cl- അയോൺസ് വരുന്നത്. അപ്പൊ നമ്മൾ നെയിം ചെയ്യുമ്പോൾ ആദ്യം ആരുടെ പേരാണ് കൊടുക്കേണ്ടത്? കോർഡിനേഷൻ സ്ഫിയറിന്റെ പേരാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഇനി ഈ കോർഡിനേഷൻ സ്ഫിയർ നോക്കുന്ന സമയത്ത് ഇതില് പ്ലാറ്റിനം എന്നുള്ളത് ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്? PT എന്തായാലും 2+ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ പറയാനുള്ള റീസൺ അമോണിയ ഇസ് എ ന്യൂട്രൽ ലിഗാൻഡ്. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതിന്റെ ലിഗാൻഡിന്റെ പേര് അമീൻ എന്നാണ്. എത്ര ലിഗാൻഡ് ഉള്ളത്? 4 ലിഗാൻഡ്. 4 ലിഗാൻഡ് ആകുമ്പോൾ നമ്മൾ എന്താ കൊടുക്കാം? ടെട്ര. അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. ടെട്ര അമീൻ. പിന്നെ ഇനി മെറ്റലിന്റെ കാര്യമാണ്. മെറ്റലിന്റെ പേര് പ്ലാറ്റിനം. പ്ലാറ്റിനേറ്റ് എന്ന് കൊടുക്കണോ? പ്ലാറ്റിനേറ്റിന് എപ്പോഴാ കൊടുക്കുക? കോർഡിനേഷൻ സ്ഫിയർ മൈനസ് ചാർജിൽ വരുന്ന സമയത്താണ് നമ്മൾ പ്ലാറ്റിനേറ്റ് കൊബാൾട്ടേറ്റ് അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഇത് പ്ലാറ്റിനം തന്നെ കൊടുത്താൽ മതി, കാരണം കോർഡിനേഷൻ സ്ഫിയർ +2 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ അതിന്റെ 2+ എന്ന് പറയുന്ന ചാർജിലാണ് ഇരിക്കുന്നത്. അപ്പൊ ടെട്രാമീൻ പ്ലാറ്റിനം. ഇനി പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആണ്. പിന്നെന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ കോർഡിനേഷൻ സ്ഫിയറിന്റെ മൊത്തം പേര് കൊടുത്തു കഴിഞ്ഞു. ഇനി ജസ്റ്റ് Cl2. അപ്പൊ എന്ത് കൊടുത്താൽ മതി? ഒരു ക്ലോറൈഡ് എന്ന് കൊടുത്താൽ മതി. ഈ കൗണ്ടർ അയോണിന്റെ കേസ് പറയുന്ന സമയത്ത് എത്ര ക്ലോറൈഡ് ആണ് എന്നുള്ളത്, അതായത് ഡൈക്ലോറൈഡ് അല്ലെങ്കിൽ ട്രൈക്ലോറൈഡ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എവിടുന്ന് മനസ്സിലാവും? അത് നമുക്ക് ഈ ഒരു ചാർജും പ്ലാറ്റിനം 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണെന്നും പിന്നെ അതിന്റെ കൂടി ഈ അമീനിന്റെ കാര്യം എത്ര അമീൻ ഉണ്ട് എന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കൗണ്ടർ അയോണിന്റെ എണ്ണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കൗണ്ടർ അയോണിന്റെ എണ്ണം ഒരിക്കലും നമ്മൾ ഇതില് കോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇത് ക്ലിയർ ആണോ? പ്ലാറ്റിനം 2 ക്ലോറൈഡ്, ടെട്രാമീൻ പ്ലാറ്റിനം 2 ക്ലോറൈഡ്. അടുത്ത നോക്കാം. അടുത്തത് K2PtCl6. ഇതിന്റെ കോർഡിനേഷൻ സ്ഫിയർ വരുന്നത് ഇങ്ങനെയാണ്. PT Cl6. ചാർജ് എന്താ വരിക? കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എന്താ വരിക? കാർത്തിക
പോസിറ്റീവ്. പോസിറ്റീവ് എത്ര വരും? പോസിറ്റീവ് ആണോ വരിക കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ്? ഇത് നോക്ക്, കൗണ്ടർ അയോൺ ഏതാണ്? K2 എന്നാണ് കൗണ്ടർ അയോൺ. K+ എന്നുള്ള സ്റ്റേറ്റിലാണ് നിൽക്കുക. അപ്പൊ 2 K+ അവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്ര വരണം? 2- എന്ന് വരണം. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി നോക്കേണ്ടത്, ക്ലോറിൻ ആണ് അവിടെ 6 എണ്ണം വന്നത്. ഒരു ക്ലോറിന്റെ ചാർജ് -1 ആണ്. അപ്പൊ 6 ക്ലോറിൻ വരുമ്പോ അവിടെ -6 വരും. അങ്ങനെ -6 വന്നിട്ടും ഇവിടെ ബാക്കി പിന്നെ വീണ്ടും 2- വരുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? പ്ലാറ്റിനം എന്നുള്ളത് 4+ എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഈ ഒരു കോംപ്ലക്സിൽ ഉള്ളത്. ഓക്കെ ആണോ? പറഞ്ഞ ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇനി നമ്മൾ അതിന്റെ പേര് കൊടുത്താൽ മതി. ഇവിടെ നമ്മളുടെ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയുന്നത് പ്ലാറ്റിനവും പിന്നെ 6 ക്ലോറിനും കൂടി ഉള്ളതാണ്. പിന്നെ നമ്മളുടെ കൗണ്ടർ അയോൺ എന്ന് പറയുന്നത് എന്താണ്? 2 പൊട്ടാസ്യം ആണ്. അതായത് 2+ ആണ് കൗണ്ടർ അയോൺ പ്രൊവൈഡ് ചെയ്യുന്ന ചാർജ്. ഈ കൗണ്ടർ അയോണിന്റെ എണ്ണവും ചാർജ് നോക്കിയിട്ടാണ് നമ്മൾ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് തീരുമാനിക്കുക. അപ്പൊ അവിടെ 2+ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും എന്ത് വേണം? 2- എന്ന് വേണം. എന്നാൽ മാത്രമേ അവിടെ പൊട്ടാസ്യം 2 പൊട്ടാസ്യം വന്നിട്ട് അവിടെ ചാർജ് ബാലൻസ് ചെയ്യും. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആയി മാം. പിന്നെ ബാക്കി എന്താ പറയാനുള്ളത്? 6 ക്ലോറിനാണുള്ളത്. ഒരു ക്ലോറിന് -1. അപ്പൊ 6 ക്ലോറിന് -6. അപ്പൊ -6 ആണ് ക്ലോറിൻ പ്രൊവൈഡ് ചെയ്യുന്ന ചാർജ്. പക്ഷെ കോർഡിനേഷൻ സ്ഫിയറിന് വീണ്ടും 2- ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലോറൈഡിന്റെ 6- 2- ബാക്കിയുള്ളൂ. ബാക്കി 4- എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്? പ്ലാറ്റിനത്തിന്റെ ചാർജിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റിനത്തിന്റെ ചാർജ് എത്രയാണ്? പ്ലാറ്റിനം 4+ എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഓക്കെ ആണോ? ക്ലിയർ മാം. ഇനി പേര് കൊടുക്കുക. ആദ്യം ആരെയാണ് നമ്മൾ എഴുതാം? പേരെഴുതുന്ന സമയത്ത് ആദ്യം ഏത് പാർട്ടിനെ നമ്മൾ എഴുതേണ്ടത്? ആനിയോണിക്കിനെയാണോ കാറ്റിയോണിക്കിനെയാണോ? കാറ്റിയോണിക്കിന്. ഇതിൽ ആരാണ് കാറ്റിയോണിക്ക്? K2 എന്ന് പറയുന്ന ഈ കൗണ്ടർ അയോൺ ആണോ അതോ നമ്മളുടെ എന്താ പറയാ കോർഡിനേഷൻ സ്ഫിയർ ആണോ കാറ്റിയോണിക്? കാറ്റിയോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം കാറ്റിയോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് എന്നാണ്. ആനിയോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ്. അപ്പൊ ആരാ കാറ്റിയോണിക്? ആരാ കാറ്റിയോണിക് എന്ന് പറഞ്ഞാൽ ആർക്കാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്? K2-നാണ്. കൗണ്ടർ അയോണിനാണ് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളത്. അപ്പൊ നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് എന്താണ്? എന്ത് വെച്ചിട്ടാ തുടങ്ങേണ്ടത്? എന്തെന്ന് പറഞ്ഞ പേര് തുടങ്ങുക? പോസിറ്റീവ് ചാർജ് ആർക്കാണോ അത്. അപ്പൊ പൊട്ടാസ്യം എന്ന് വെച്ച് തുടങ്ങണം. ബാക്കി പൊട്ടാസ്യം. ബാക്കി എന്താ? ടെട്രയാണോ? 6 എണ്ണല്ലേ ഉള്ളത്? എത്ര ലിഗാൻഡാ ഉള്ളത്? ഹെക്സ. 6 ലിഗാൻഡാ ഉള്ളത്. അപ്പൊ ഹെക്സ. പൊട്ടാസ്യം ഹെക്സ. ക്ലോറോ. ഹെക്സ ക്ലോറോ പ്ലാറ്റിനേറ്റ്. ക്ലോറോ പ്ലാറ്റിനം എന്ന് മതിയോ? പ്ലാറ്റിനം എന്ന് മതിയോ അതോ പ്ലാറ്റിനേറ്റ് എന്ന് വേണോ? നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, കോർഡിനേഷൻ സ്ഫിയറിന് പ്ലസ് ചാർജ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റലിന്റെ പേര് നേരെ കൊടുത്താൽ മതി. കോർഡിനേഷൻ സ്ഫിയറിന് മൈനസ് ചാർജ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു 8 എന്ന് പറയുന്ന ഒരു കാര്യം അതിന്റെ കൂടെ ചേർക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ കൊടുക്കണ്ടേ? പ്ലാറ്റിനേറ്റ് കൊടുക്കണം. ബ്രാക്കറ്റില് അതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 4+. ഇത് റോമനിലാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് അത് കൊടുക്കുന്നത്. ഓക്കെ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ഇതിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഒരു കോംപ്ലക്സ് തന്നിട്ട് അതിന്റെ പേര് പറയാൻ, പേര് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പേര് തന്നിട്ട് അത് ഏത് കോംപ്ലക്സ് ആണെന്ന് നേരെ തിരിച്ചു വേണമെങ്കിലും ചോദിക്കാലോ. അപ്പൊ ഇതിന്റെ പേര് K3FeCN 6 times. ഇതിന്റെ പേര്, ഇതിലിപ്പോ ആരാണ് പോസിറ്റീവ് ചാർജ്? ആരാ? പൊട്ടാസ്യം ആണ്. അതായത് കൗണ്ടർ അയോൺ ആണ് ഇവിടെ പോസിറ്റീവ് ചാർജ് അല്ലെ.
കൗണ്ടർ അയോൺ പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ പേര് എഴുതുമ്പോൾ എന്ത് വേണം? പൊട്ടാസ്യം വെച്ചിട്ട് വേണം തുടങ്ങാൻ. അപ്പൊ ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എങ്ങനെയാ വരുന്നത്? എന്താ വരിക? 3 മൈനസ് എന്നാണ് വരിക. കാരണം പൊട്ടാസ്യം അവിടെ 3 പൊട്ടാസ്യം വന്നിട്ടാണ് അതിനെ ബാലൻസ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ചാർജ് 3 മൈനസ് ആയിരിക്കും. ഈ എഫ് എന്നുള്ളത് ഏത് സ്റ്റേറ്റിലാണ് വരിക? എഫ് ഏത് സ്റ്റേറ്റിലാണ് വരിക? 2 പ്ലസ് മതിയോ? നമുക്ക് 6 CN മൈനസ് ഉണ്ട്, എന്നിട്ടും 3 മൈനസ് 3 മൈനസ് ആണ് ബാക്കി വന്നത്. ഏത് ചാർജ് ആണ്? ഏത് സ്റ്റേറ്റാ വരിക? 3 പ്ലസ് അല്ലേ? എഫ് 3 പ്ലസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് വരിക. അതൊക്കെ ആണല്ലോ അല്ലേ? ഇത് പറയണോ എങ്ങനെയാ വരികയെന്ന്? CN ചാർജ് -1, 6 CN വരുമ്പോ -6 വരും. അങ്ങനെ -6 വന്നിട്ടും കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് 3 മൈനസ് ബാക്കിയുണ്ട്. അപ്പൊ ബാക്കി 3 മൈനസ് എവിടെ പോയി? എഫ് 3 പ്ലസും ആണെങ്കിൽ മാത്രമേ ഇതിങ്ങനെ വരുള്ളൂ അല്ലേ? അപ്പൊ അത് എഫ് 3 പ്ലസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇനി പേരെങ്ങനെ എഴുതാം? എന്നും പറഞ്ഞിട്ട് തുടങ്ങേണ്ടത് കാർത്തിക? പൊട്ടാസ്യം എന്ന് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. ബാക്കി എന്താ? ലിഗാൻഡിന്റെ കാര്യം. വൃന്ദ, ബാക്കി എന്താ? ഹെക്സാസൈനോ ഈ അയണിന്റെ കാര്യം എങ്ങനെ എഴുതേണ്ടത്? കോർഡിനേഷൻ സ്ഫിയറിന് മൈനസ് ചാർജ് വന്നു കഴിഞ്ഞാൽ എന്ത് എഴുതണം? ഒരു ATE എന്ന് ചേർക്കണം അല്ലേ? ബ്രാക്കറ്റില് 3. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ?